ഹലോ, ഇത് നമ്മൾ കോഴിക്കോടിൻ്റെ സ്വന്തം ഗ്രീൻ പീസ് എഗ് മസാല കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ഗ്രീൻ പീസ് നല്ലപോലെ കുതിർത്തിട്ട് നല്ലതുപോലെ കഴുകി ഉപ്പ് മഞ്ഞളിട്ട് വേവിക്കാൻ വയ്ക്കുക കേട്ടോ. അപ്പോഴത്തേനും സവോളയും തക്കാളിയും മല്ലിയിലയും പച്ചമുളകും കറിവേപ്പിലയും അരിഞ്ഞു വെക്കുക. ആവശ്യത്തിന് എത്ര മുട്ട എടുക്കുന്ന വെച്ചാൽ പാത്രത്തിലാക്കി വെക്കുക. എന്നിട്ട് അടുപ്പത്ത് പാൻ വെച്ച് ഉള്ളിയും പച്ചമുളകും നല്ലതുപോലെ സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. വല്ലാതെ അങ്ങ് ബ്രൗൺ കളർ ആവേണ്ട, അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഒരു കടിക്കണ പരുവം ഉണ്ടായിക്കോട്ടെ. അപ്പം നമ്മൾ മസാലയ്ക്ക് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ അത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുമ്പം ഞാൻ തക്കാളിയും കറിവേപ്പിലും ഒരുമിച്ച് തന്നെ ചേർത്തു കേട്ടോ. എന്നിട്ട് അത് നല്ലതുപോലെ തക്കാളി ഉടഞ്ഞ് കിട്ടണവരെ നല്ലതുപോലെ വേവിച്ചെടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി, കുരുമുളക് പൊടിയും ഗരം മസാല ഒക്കെ എപ്പം വേണേൽ ചേർക്കാം. ഞാൻ മുട്ട ഇട്ടതിന് ശേഷമാണ് അതൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പം ഈ തക്കാളി നല്ലതുപോലെ വഴന്നതിന് ശേഷം എന്ത് ചെയ്യുക അറിയാം, ഈ മസാല അതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് സെൻറ്ററിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ പൊട്ടിച്ച് മാറ്റി വെച്ച മുട്ട ഉണ്ടല്ലോ, ആ സെൻറ്ററിലേക്ക് ഒഴിക്കുക. എന്നിട്ടാണ് ഞാൻ അതിലേക്ക് എന്തൊക്കെ ഇട്ടുകൊടുത്തത്, പൊടികളൊക്കെ ഇട്ടുകൊടുത്തത്. എന്തൊക്കെ പൊടികളാണ്? കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചിക്കി പിരിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ആ മസാലേൻ്റെ കൂടെ അതങ്ങ് മിക്സ് ആക്കിയെടുത്ത് നല്ലതുപോലെ അങ്ങ് ആ മസാലയൊക്കെ മുട്ട ഉള്ളിയൊക്കെ കിരയിലേക്ക് നല്ലതുപോലെ ഇളക്കിയെടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ അതിലേക്ക് എന്ത് ചെയ്തറിയാം, നമ്മളെ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുകയാണ്. ഗ്രീൻ പീസും ചേർത്തു. എന്നിട്ട് അത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം എന്ത് ചെയ്തു അറിയാം, ഗരം മസാലയും കൂടി ചേർത്തു. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ യോജിപ്പിച്ച്, ആ യോജിപ്പിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. എന്നിട്ട് കുറച്ച് നേരം അടച്ചു വെച്ച് എല്ലാ മസാലകളും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുന്നത് വരെ എന്ത് ചെയ്തു, അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ്, ഒരു 5 മിനിറ്റ് കൂടുതലൊന്നുമില്ല, ഒരു 5 മിനിറ്റാണ് ഞാൻ എന്ത് ചെയ്തു പറയാം നല്ലതുപോലെ അടച്ചു വെച്ച് വേവിച്ചു കേട്ടോ. എന്നിട്ട് തുറന്നിട്ട് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കുറച്ചുകൂടി ഡ്രൈ ആക്കുന്ന രീതിയിലാക്കിയ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഗ്രീൻ പീസ് എഗ് മസാല റെഡി ആയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റിൽ എന്ത് ചെയ്യുക അറിയാം, കുറച്ച് മല്ലിയില കൂടി അതിൻ്റെ മേലേക്ക് തൂവുക. എന്നിട്ട് ഞാനൊന്ന് മല്ലിയിലേൻ്റെ ഫ്ലേവറും കൂടി അതിലേക്ക് പിടിക്കാൻ വേണ്ടി 2 മിനിറ്റ് കൂടുതലൊന്നുമില്ല, 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഗ്രീൻ പീസ് എഗ് മസാല, കോഴിക്കോട്ടുകാരുടെ സ്വന്തം ഗ്രീൻ പീസ് എഗ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം അടച്ചു വെച്ച് ആ ഫ്ലെയിം എന്താ പറയുക ചൂടൊക്കെ ഒന്ന് സെറ്റിലാവണവരെ ഒന്ന് വെച്ചു. എന്നിട്ടത് ഒരു പ്ലേറ്റിലേക്ക്, സെർവിങ് ഡിഷിലേക്ക് ഞാനിത് മാറ്റിയിട്ട് കേട്ടോ. ഏതായാലും ഞങ്ങളിനി ഇത് കഴിക്കട്ടെ. നല്ലൊരു കട്ടൻ ചായയുടെ കൂടെ ആകുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. വൈകുന്നേരം മക്കൾക്കൊക്കെ ഇഷ്ടമായിരിക്കും. എൻ്റെ മക്കൾക്ക് ഇത് ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങളിത് കഴിക്കട്ടെ കേട്ടോ.